പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ബൈബിൾ പഠനം തുടരുകയാണ്. കായൻ്റെ ആബേലിൻ്റെ ബലി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടു. ആ മുഖത്തിൽ നാം പറഞ്ഞിരുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ആധുനിക സംശയങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ദൈവശാസ്ത്രപരമാണ് ഈ വിവരണങ്ങൾ എന്ന കാര്യമാണ് നമ്മുടെ മനസ്സിന് മുമ്പിൽ നിൽക്കേണ്ടത്, ചരിത്രപരമല്ല. എല്ലാം ആരംഭം തൊട്ട് തന്നെ ഇങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കാലക്രമം എന്നൊക്കെ പറയുമ്പോൾ വളരെ നമ്മൾ തരുന്ന കാലക്രമം എന്ന രീതിയിലല്ല, അതിൻ്റെ ഉള്ളിലെ മെസ്സേജിനാണ് പ്രാധാന്യം. അതോട് ചേർന്ന് നമ്മൾ പറയുകയുണ്ടായി, BC 587 തുടർന്നുള്ള ഘട്ടങ്ങളിൽ 50 വർഷത്തെ പീഡകളൊക്കെ തുടർന്ന് 537 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പേർഷ്യൻ രാജാവ് ദേവാലയം പുതുക്കി പണിതോളാൻ പറയുകയും പണം കൊടുത്തയക്കുകയും അങ്ങനെ എസ്രായുടെയും നെഹമ്യായുടെയും കാലഘട്ടം എത്തിയപ്പോൾ നമുക്കറിയാം, രണ്ടുപേരുടെയും പ്രവചനങ്ങൾ വായിച്ച് മനസ്സിലാവും. നെഹമ്യ ഇങ്ങനെ തൻ്റെ ദേവാലയ ഭിത്തികളൊക്കെ തകർന്നു കിടക്കുന്നതിനെക്കുറിച്ച് കരയുന്നതും അങ്ങനെ വീണ്ടും ഊർജം സമ്പാദിച്ച് പണിയാൻ ഒരുങ്ങുന്നതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ആ കാലഘട്ടങ്ങളിലാണ് സങ്കരവർഗമായി പോയ ഒരു വിഭാഗം അസിറിയക്കാർ വന്ന് കുടി ഇരുത്തിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യഥാർത്ഥത്തിലുള്ള യഹോവയുടെ വിശ്വാസം പകുതി നഷ്ടപ്പെട്ട് പകുതി കീപ്പ് ചെയ്ത് ബാക്കി ദേവതകളുടെ ആരാധനയുടെ ഒരു ജനത്തിന് അവരാവപ്പാടെ ആശ്ചര്യപ്പെട്ട ഈ ജനത്തിന് വേണ്ടി എന്തിനു പള്ളി പണിയാനാ? അപ്പം അതുകൊണ്ട് അവരാദ്യമേ ചിന്തിച്ചു, ഇവരെ ഒന്ന് ശരിക്കുള്ള വിശ്വാസം പഠിപ്പിക്കണം. ഒന്നും ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മൾ പള്ളിയൊക്കെ പണിയുന്നുണ്ടല്ലോ. പള്ളി ഒരു പ്രൗഢിയുടെ അടയാളമായിട്ട് പണിത് വെക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ പണക്കൊഴുപ്പിൻ്റെ അടയാളവും പ്രതീകവുമായി പള്ളിയല്ല പ്രധാനം, ജനമാണ് പ്രധാനം. ജനമാണ് പ്രധാനം എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ വിശ്വാസമാണ് പ്രധാനം. ഒരുപാട് പള്ളികൾ, പരിധി കഴിഞ്ഞ പള്ളികൾ ഇപ്പം നമുക്കുണ്ട്. ഇനി അത്രയും വേണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പഴക്കം ചെന്ന പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലിരിക്കുന്ന പള്ളിക്ക് ഒരു ബലക്ഷയമില്ലാത്തതിനെ പൊളിച്ചടുക്കിയിട്ട് വമ്പൻ പള്ളി പണിതിട്ട് എന്തിനു കാണിക്കാനാണ്? നമുക്ക് പണം വരുന്നുണ്ടാവും. മക്കൾ വിദേശ രാജ്യങ്ങളിലാവാം. ഈ പണക്കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് പള്ളി പണിയരുത് കേട്ടോ. അത് അവിടെ തമ്പുരാൻ വസിക്കില്ല. ഇവിടെ ദരിദ്രരെങ്ങനെ 66% BPL ആയിട്ട് കഴിഞ്ഞു കൂടുമ്പോൾ കുറേ വിഭാഗങ്ങൾ പുറത്തുപോയി പണമുണ്ടാക്കി പണം ഇഷ്ടം പോലെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നിരിക്കട്ടെ, എങ്കിൽ തന്നെയും അത് നീതിപൂർവമായി പാവങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതല്ലേ പ്രധാനമായും. അവിടെയല്ലേ സഭ നിൽക്കുന്നത്, അവരുടെ വളർച്ചയല്ലേ സഭയുടെ വളർച്ച എന്ന് പറയും. കരുണ കാണിക്കുമ്പോഴല്ലേ നമ്മൾ ആത്മീയതയിൽ നിൽക്കുന്നത്. കർത്താവിൻ്റെ കരുണയുടെ പ്രവാഹത്തിൻ്റെ ഉറവിടമല്ലേ സഭയെന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് മറന്നു പോകാനായിട്ടിടയാവരുത്. അതുകൊണ്ട് ദേവാലയം പണിതുയർത്തുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രധാന ചിന്ത ദൈവത്തിൻ്റെ ആലയമാണത്, അല്ല നമ്മുടെ പ്രൗഢിയുടെ അടയാളമല്ല. പാരമ്പര്യമൊക്കെ പറയുന്നത് നല്ല തന്നെയാണ്. അതെന്തിനാ പറയുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ തായ്തണ്ടിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടായി പാരമ്പര്യം പറയേണ്ടതും പറയുന്നതും. അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്ക് വാക്കുമുഖേനയോ വചനം മുഖേനയോ ലിഖിതം വഴിയോ പഠിപ്പിച്ചുള്ള പാരമ്പര്യങ്ങൾ ഉറച്ചു നിൽക്കാൻ പറഞ്ഞ അർത്ഥത്തിലാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ദേവാലയം പണിയാൻ ചെന്നപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു തെളിമ കണ്ടില്ലെന്ന് മാത്രമല്ല, വിഗ്രഹാരാധനയുടെ കൂമ്പാരം സങ്കരവർഗമായിട്ട് ജീവിച്ചാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? അപ്പം അതുകൊണ്ട് അവരെന്ത് ചിന്തിച്ചത്, അതുകൊണ്ടാണ് നിലനിന്നിരുന്ന വിശ്വാസ പാരമ്പര്യങ്ങളെ കളക്ട് ചെയ്ത് ഒരു ടെക്സ്റ്റ് ബുക്കാക്കി വേദപാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രന്ഥമാക്കി രൂപീകരിച്ചതാണ് പഞ്ചഗ്രന്ഥി. അത് വെച്ച് പഠിപ്പിച്ചതിന് തുടർന്നാണ് ഒരു ദേവാലയം പണിയാൻ ഒരുങ്ങിയത്. അപ്പം അതും വളരെ ഗൗരവമായൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥ അവസാനം ആദ്യം തൊട്ട് 10 പേര് ഇരുന്നല്ലെങ്കിൽ ഒരാൾ ഇരുന്ന് അല്ലെങ്കിൽ കുറേ പേര് ഇരുന്ന് ക്രമബദ്ധമായിട്ട് എഴുതുകയാണ് എന്ന ധാരണ അങ്ങ് മാറ്റിവെക്കണം.
ദൈവനിവേശിത ആളുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഓരോ കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും അനുഭവപ്പെട്ടുള്ളതുമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പാരമ്പര്യത്തിൽ കിടന്നിരുന്ന പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിൽ കിടന്നിരുന്നതിനെ ദൈവനിവേശിതരായ ആളുകൾ വീണ്ടും അത് ഒന്നിച്ച് ചേർത്ത് ഒരു ഗ്രന്ഥമാക്കി തോറ, തൽമൂദ് അല്ലെങ്കിൽ നിയമസംഹിതയാക്കി മാറ്റിയതാണ് പഞ്ചഗ്രന്ഥി എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമല്ലേ വിവിധ പാരമ്പര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്ന യാബിസ്റ്റത യഹോവ പാരമ്പര്യങ്ങൾ, പുരോഹിതരുടെ രേഖകളെ സൂചിപ്പിക്കുന്ന പുരോഹിത പാരമ്പര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ട വീണ്ടും ചരിത്രത്തെ ആവർത്തി നിയമാവർത്തന പാരമ്പര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ആ വിശ്വാസ പാരമ്പര്യത്തിൽ എലോഹീം എന്ന പദം നിരന്തരം ഉപയോഗിച്ചൊരു സംസ്കാരത്തിൽ വരുന്ന എലോഹീം പാരമ്പര്യങ്ങൾ, അങ്ങനെ 4 പാരമ്പര്യങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ 4ൻ്റെയും പ്രതിഫലനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ കാണും. ഇപ്പം ചിലപ്പോൾ ഒരേ കാര്യത്തിന് തന്നെ 2 വിവരണങ്ങൾ കാണുന്നതിൻ്റെ കാരണം അതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കണം. അത് ആധുനിക ബൈബിൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് അറിയാൻ പാടില്ലാത്തപ്പോഴാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നു, വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നുന്നു, തെറ്റുണ്ടല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ അടിസ്ഥാനപരമായി ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന കാര്യം ഞാൻ പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞപ്പോൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വേദപുസ്തകത്തിൽ തെറ്റൊന്നുമില്ല. വേദപുസ്തകം ദൈവനിവേശിതമാണ്. ദൈവത്തിൻ്റെ വെളിപാട് ക്രമമായിട്ട് കടന്നു വരുന്നതാണ്. ആ വെളിപാടിന് പ്രതികരിക്കുന്ന രീതിയിൽ വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റമെന്റ് കാണുമ്പോൾ അവിടെയെല്ലാം കാണുന്ന രീതി വളരെ വ്യത്യാസമുണ്ട്. ഈശോയിലാണ് വെളിപാട് പൂർണ്ണമാകും. അപ്പോൾ അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റ് ആണെങ്കിലും ശരി, ഏത് ഭാഗത്ത് എടുത്താലും അത് വ്യാഖ്യാനിക്കേണ്ടത് പുനരുത്ഥാനം ചെയ്ത ഈശോയിൽ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, എന്നെക്കുറിച്ച് മോശയിലും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ച് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈശോ മിശിഹായുടെ വരവിന് ഒരുക്കമായിട്ട് ഒരു ജനത്തെ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രേഖ കടന്നു വരുന്നത്. ആ ജനം രൂപീകരിക്കപ്പെട്ട മിശിഹായെ കാത്തിരുന്ന് പ്രതീക്ഷിച്ച് കടന്നു പോകുന്നതിൻ്റെ ഫലമായി ആ കാലഘട്ടം ഇവരെ ഒന്നിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എസ്രാ നെഹമ്യ എന്ന് പറയുന്ന 2 പ്രവാചകന്മാർ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അവരൊന്നിച്ച് ചേർന്ന് രൂപീകരിക്കുന്ന ഒരു വലിയ ആദ്യ അടിസ്ഥാന ഗ്രന്ഥമാണ് പഞ്ചഗ്രന്ഥി എന്ന് പറയും. നിയമം എന്ന യഹൂദന്മാർക്ക് അത് തോറ നിയമമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാമെങ്കിൽ പിന്നെ അതിനകത്ത് വരുന്ന വ്യത്യസ്തതകളൊക്കെ തലമുറ, അതുകൊണ്ടാണല്ലോ പറഞ്ഞ ആദവും ഹവ്വായും പ്രാതിനിധ്യമുള്ള വ്യക്തികളാണ്, പ്രതീകങ്ങളാണ്. കൃത്യം ദൈവം ആദ്യം സൃഷ്ടിച്ചെന്ന് പറയാൻ വേദപുസ്തകം ഉദ്ദേശിക്കുന്നേയില്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെയാണ് സൃഷ്ടിച്ചെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നേയില്ല. അതാണ് ആദ്യം പറഞ്ഞത്. ആദ്യത്തേത് ഒരു പദ്യമാണ്. അതിനകത്ത് പ്രധാന പ്രമേയം, ഇന്ന് നിങ്ങൾ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന വിഗ്രഹാരാധന നടത്തുന്ന ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ, അല്ലെങ്കിൽ ഈ വന്യജാതികളൊക്കെ, ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പഠിപ്പിക്കുക. അതാണ് അതിൻ്റെ പ്രമേയം, അല്ലാതെ ശാസ്ത്രീയമായിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് ശാസ്ത്രവും ബൈബിളും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല എന്ന് പറയും. ശാസ്ത്രമാണ് കണ്ടെത്തേണ്ടത്. ഇത് എത്ര കാലം ഉണ്ടായിട്ട് എത്ര കാലമായി, പ്രപഞ്ചം എങ്ങനെയുണ്ടായി, അത് ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായോ, എങ്ങനെയൊക്കെ ഉണ്ടായി, ശാസ്ത്രം പഠിച്ച് തെളിയിക്കട്ടെ. ശാസ്ത്രമാണ് പറയേണ്ടത്. മനുഷ്യൻ രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്, പരിണാമ സിദ്ധാന്തം വഴിയാണോ, ഇതൊക്കെ ഒരു സിദ്ധാന്തമായിട്ട് നിൽക്കുകയാണ്. പരിണാമ സിദ്ധാന്തം വഴിയാണെങ്കിൽ പരിണമിച്ചുണ്ടായതാണെങ്കിൽ അത് തെളിയിക്കട്ടെ. അത് തെളിയിക്കുന്നതുകൊണ്ടൊന്നും വേദപുസ്തകത്തിൻ്റെ സന്ദേശത്തിനൊന്നും ഒരു തെറ്റുമില്ല എന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ട് ധരിക്കേണ്ടതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് വേദപുസ്തകം ചില ആളുകൾ ചില യുക്തിവാദികൾ എടുത്തു വെച്ചിട്ട് ഇതെല്ലാം മണ്ടത്തരങ്ങളായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതെന്തൊരു മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അശാസ്ത്രീയമാണെന്നൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ടത് ശാസ്ത്രം പഠിപ്പിക്കലല്ല, ദൈവശാസ്ത്ര പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ വേദപുസ്തകം ചെയ്യുന്നത്. അതിനിടയിൽ ശാസ്ത്രീയമായ കാര്യങ്ങളിലൊക്കെ ചിലപ്പം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അന്ന് അവർ ധരിച്ചിരുന്നു അതേപടി പ്രതിഫലിക്കും. അന്ന് അവർ പ്രപഞ്ചത്തിൻ്റെ എങ്ങനെ ധാരണയുണ്ടായിരുന്നു ആ ധാരണ തന്നെ അതിനകത്ത് പ്രതിഫലിക്കും. അതുപോലെ നമ്മൾ തന്നെയാണല്ലോ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പം പറയുന്നുണ്ടല്ലോ. നമ്മളല്ലേ പറയുന്നത് സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയൊക്കെ ചെയ്യുന്നത്. എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്, എവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്? സൂര്യനല്ലല്ലോ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഭൂമിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ശാസ്ത്രീയമായ ധാരണയാണെങ്കിൽ തന്നെയും ആശയ സംവേദനത്തിന് ഉപയോഗിക്കുന്നതൊക്കെ സമയം എടുത്ത് കാണിക്കാനായിട്ട് സന്ധ്യയായി അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാറായി എന്നൊക്കെ പറയുന്നത് ആശയ സംവേദനമാണ്.
അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ആദവും ഹവ്വായും എന്ന് പറഞ്ഞ ആദ്യത്തെ മനുഷ്യ വ്യക്തികളല്ല, അത് പ്രാതിനിധ്യം ഉള്ള ഒരു രണ്ട് വ്യക്തികളാണ്. പിന്നെ നാം പറയുണ്ടായി കടന്നു വന്നിട്ടുള്ള പാപത്തെക്കുറിച്ച് പറയുമ്പോൾ 1, 2, 3 അധ്യായങ്ങൾ പാപവും ശിക്ഷയുമാണ്. അത് വളരെ കൃത്യമായിട്ടൊരു വളരെ നാടകീയമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ചരിത്രപരമായി അതേപടി സംഭവിച്ച കാര്യമല്ല, നേരെ മറിച്ച് ദൈവജനത്തിന്റെ ചരിത്രത്തിൽ നൽകപ്പെട്ട കൽപ്പനകളെ ലംഘിച്ചതിന്റെ പരിണിതഫലമായി അനുഭവിക്കേണ്ടി വന്ന ബാബിലോൺ അടിമത്തം പോലുള്ള വലിയ പീഡനങ്ങൾ പർദീസായ്ക്ക് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്നത്, ദൈവജനം തന്റെ രാജ്യം നഷ്ടപ്പെട്ട് രാജാവിനെ നഷ്ടപ്പെട്ട് എല്ലാം ദേവാലയം പോയിട്ട് അവസാനം ഒന്നുമില്ലാത്തവരെ പോലെ അടിമത്തത്തിൽ പോയി കിടന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഈ പർദീസ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ദാവീദിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ സമ്പുഷ്ടമായ കാലഘട്ടത്തെയാണ് പർദീസ എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞായിരുന്നു, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി നീ സ്നേഹിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് നൽകുന്ന ചട്ടങ്ങളും നിന്റെ കൽപ്പനകളും നീ ഹൃദയത്തെ സൂക്ഷിക്കണം. നീ എണീക്കുമ്പോൾ നടക്കുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും വേണം. ഈ കൽപ്പനകൾ നിന്റെ നെറ്റിത്തടത്തിലും കൈത്തടലിലും എഴുതി വെച്ചിരിക്കണം. നിന്റെ കട്ടിളപ്പടി എഴുതി വെച്ചിരിക്കണം. നിന്റെ മക്കളെ പഠിപ്പിക്കണം. അതാണ് ഈ കൽപ്പന എന്ന് പറയും. അവിടെയാണ് നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൽ ഭക്ഷിക്കരുതെന്ന് പറയും. ബാക്കിയെല്ലാം ഭക്ഷിക്കാവുന്ന, ജീവന്റെ വൃക്ഷത്തിൽ ഭക്ഷിക്കാവുന്നത് പാടില്ല എന്ന് പറയും. അതൊക്കെ അന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഭംഗിയായി നാടകീയമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. അതിപ്പം നമ്മൾ നോക്കി പർദീസ എവിടെയായിരുന്നു, ഏത് ഭാഗത്താണ് ഏതും തോട്ടം എന്നൊക്കെ ചോദ്യത്തിന് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു സംഗതി ഭൂമിയിലില്ല. അല്ലെങ്കിൽ 4 നദികളെക്കുറിച്ച് പറയാം. 2 നദികൾ അവിടെ, യൂഫ്രട്ടീസ് ടൈഗ്രിസ് അവിടെ ഉണ്ട്, പക്ഷെ മറ്റ് 2 ഇല്ല. പിഷോൻ ആൻഡ് ഗിക്കോൺ അങ്ങനെയൊന്നും ഇല്ല. അപ്പം അതിൻ്റെ പ്രമേയത്തിനാണ് പ്രാധാന്യം എന്ന കാര്യം മനസ്സിലാക്കിയാൽ 1, 2, 3 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 4 അധ്യായത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ആബേലിൻ്റെ ബലികൾ വരുന്നു വരും. അവിടെ നന്മയുടെയും തിന്മയുടെയും 2 വഴികൾ ഇങ്ങനെ വളർന്നു വരുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥകാരൻ ഇത് പറയുമ്പോൾ ധാരാളം ജനസംഖ്യയുമുള്ള കാലഘട്ടത്തിൽ അത് പറയുന്നതാണ്. ധാരാളം രാജ്യങ്ങളും രാജാക്കന്മാരും രാജഭരണവും നടക്കുന്ന കാലഘട്ടങ്ങളത് പറയുന്നേ. അവിടെ ഇവിടെയെല്ലാം കൊലയും കൊലപാതകങ്ങളും നടക്കുന്ന കാലഘട്ടം. അതേസമയത്ത് അതിൻ്റെ നടുവിലൂടെ നന്മയും വളർന്നു വരുന്നത് 2 ലൈനാണ്. ഇപ്പം കായം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാപത്തിൻ്റെ വഴിയാണ്, ദൈവനിഷേധത്തിൻ്റെ വഴിയാണ്, നിരീശ്വരത്വത്തിൻ്റെ വഴിയാണ്, തനിക്ക് താൻ പോരുമയുടെ വഴിയാണ്, നഗരം പണിയുന്ന വഴിയാണ്. അപ്പം അങ്ങനെ വന്ന് പോകുന്ന ഒരു ലൈനാണെങ്കിൽ മറുഭാഗത്ത് ബാബേലിന് പകരം വന്ന സെറ്റ് അദ്ദേഹത്തിൻ്റെ ലൈനിലൂടെ കടന്നു വരുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി എനോഷ് എന്ന് പറയുന്നിടത്ത് അത് മറ്റൊരു ലൈൻ വളർന്നു വരുന്ന അവിടെ കാണുന്നു. ആ ലൈനിലാണ് വന്ന് അബ്രഹാം വന്ന് നിൽക്കുക. അപ്പം നോക്കുക, വളരെ വ്യക്തതയോടുകൂടി വേദപുസ്തകത്തെ സമീപിക്കാൻ കഴിയണം. അല്ലാതെ വളരെ കറക്റ്റായിട്ട് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് അത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശാസ്ത്രീയമായിട്ട് ശരിയാണോ എന്ന് ചിന്തിക്കുന്നത് അത് വിഡ്ഢിത്തമാണ്. അത് ഇതിനോട് ബന്ധപ്പെടുന്ന കാര്യമല്ല. പലപ്പോഴും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇതൊക്കെയാണെന്ന കാര്യം നമ്മൾ മനസ്സിലിരിക്കാമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അത് തകർന്നു പോകാതിരിക്കാനിടയാവും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 4 അധ്യായം വരെ കായൻ്റെ ആബേലിൻ്റെയും ബലിയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിന് ശേഷമുള്ള, അതായത് കായൻ്റെയും സേത്തിൻ്റെയും സന്തതികളെ കുറിച്ചാണ് പറഞ്ഞു വരും. 4 അധ്യായം 17 തൊട്ട് 26 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും സംശയങ്ങളുണ്ടല്ലോ. കായൻ്റെ ഭാര്യ ആരായിരുന്നു? പിള്ളേരുടെ മാത്രം മുതിർന്നയിടയിലും എവിടുന്ന് കിട്ടിയ ഭാര്യയെ? അതുകൊണ്ട് കണക്കാക്കുന്നത് എന്താണ്? അത് സ്വന്തമായിട്ടും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് മക്കളിലുണ്ടായ ഭാര്യ എന്ന് പറയുന്നത് പെങ്ങൾ തന്നെയായിരിക്കും എന്ന് പറയുന്ന അത് ഗൗരവമായിട്ട് പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ സംശയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ധാരാളം ജനസംശയമുള്ള കാലഘട്ടങ്ങളാണെന്നുള്ള വളരെ ക്ലിയറല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. കാണുന്നവരെല്ലാം എന്നെ പരിഹസിക്കുക, എന്നെ കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിച്ചത് കാണുന്നവരെല്ലാം എന്ന് പറയുന്ന ആരാ? അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ആദവും ഹവ്വായും കായനും ആബേൽ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമുള്ള ഒരു ലോകമല്ലത് എന്നൊരു സംശയമില്ല. അതല്ലെങ്കിൽ നഗരം പണിത് കായെന്ന് പറയുമ്പോൾ എന്താ പറയും? അവിടെ ആർക്കും വേണ്ടി നഗരം പണിയുന്നു? ഇവിടെ ആപ്പാടെ ഇത്രയും പേരേ ഉള്ളൂ. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി നഗരം പണി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം അതുകൊണ്ട് അവിടെ ജനസഞ്ചയങ്ങളുണ്ട്, നഗരങ്ങളുണ്ട്, മനുഷ്യൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നുണ്ട്. അതിനിടയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. അപ്പം അതുകൊണ്ട് ആ അടുത്ത വായനയിൽ നമ്മൾ ശ്രദ്ധിക്കുക, കായം തൻ്റെ ഭാര്യയുമായിട്ട് ചേർന്നു എന്ന് പറയുന്നിടത്താണ് ഈ ഭാര്യ എവിടെ നിന്നാണ് വന്നതെന്നും ഇത്രയും പറഞ്ഞ് നമുക്ക് ഊഹിക്കാമല്ലോ. 4 പാരമ്പര്യങ്ങളിൽ നിന്നെടുത്ത് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. ഇഷ്ടം പോലെ ജനസഞ്ചയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ജനസഞ്ചയങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരാളെ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ
ഇവിടെ പറയുന്ന ആൾക്കാർ സഹോദരിയാണ് ഭാര്യയായിട്ട് സ്വീകരിച്ചെന്ന് പറയുന്നതിൻ്റെ കാരണം അവർ പറയുന്നത് അന്ന് ഈ മനസാക്ഷി യുഗമായിരുന്നു. രക്ഷാകര ചരിത്രത്തിലെ പല യുഗങ്ങൾ കാണാം. ഒന്ന്, ന്യായപ്രമാണങ്ങൾ നൽകപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം. അന്ന് നിയമമില്ലല്ലോ, അപ്പം ധാർമ്മികമായിട്ട് നിയമമില്ലല്ലോ. അപ്പോൾ ശരിയായി തെറ്റായിരുന്നു മനസാക്ഷിയില്ല നിശ്ചയിക്കുന്നത്. അപ്പോൾ അയാൾക്ക് മനസാക്ഷി സഹോദരി കിട്ടുന്നതിന് വിഷമില്ലായിരുന്നായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ മനസാക്ഷി യുഗമെന്നും, ന്യായപ്രമാണം കിട്ടിക്കഴിഞ്ഞ് കർത്താവിൻ്റെ കാലഘട്ടം വരെ ഉള്ളതിനെ ന്യായപ്രമാണത്തിൻ്റെ യുഗമെന്നും, ഈശോമിശിഹ കടന്നു വന്നതിന് ശേഷമുള്ള യുഗത്തെ കൃപയുടെ യുഗം എന്ന് പറയാറുണ്ട്. അപ്പം 3 തരത്തിലുള്ള യുഗങ്ങളെക്കുറിച്ച് രക്ഷാകർത്തത്തിൽ പറയുന്നത് മനസ്സിലാക്കാൻ നല്ല കാര്യം തന്നെയാണ്. ഈശോയുടെ കാലഘട്ടം കൃപയുടെ യുഗമാണ്. പൗലോസ് പറയുന്നത് നിങ്ങൾ വിശ്വാസത്താൽ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പറയുന്നത് മനസ്സിലാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് ഇവിടെ ഖായേൻ തൻ്റെ ഭാര്യയുമായിട്ട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഹേനോക്കിനെ പ്രസവിച്ചു. ഖായേൻ ഒരു നഗരം പണിതു. കണ്ടു, അവിടെ നോക്കിക്കേ, നഗരം പണിതെന്ന് ആർക്ക് വേണ്ടിയിട്ടായി? 3 പേർക്ക് വേണ്ടി അല്ലല്ലോ. അപ്പോൾ ഒരു നഗരം പണിതു. തൻ്റെ പുത്രനായ ഹേനോക്കിൻ്റെ പേരാണ് നൽകുക. അപ്പോൾ ഉണ്ട് സ്വയം പ്രശംസയാണ്, തൻ്റെ വലിപ്പം കാണിക്കാനാണ്. അപ്പോൾ ആ ഖായേൻ്റെ ലൈൻ എന്ന് പറയുന്നത് പാപത്തിൻ്റെ ലൈൻ. യൂദായുടെ ലേഖനത്തിൽ വളരെ കൃത്യം പറയുന്നത് 3 ലൈനുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ലാണ്. ഒന്നേതാണ്? ഒന്ന് ഖായേൻ്റെ ലൈനാണ്. അതേതാണ്? കൊലപാതകത്തിൻ്റെ ലൈനാണ്. ആ വഴിയിലൂടെ പോകാൻ പാടില്ല എന്ന് യൂദായുടെ ലേഖനത്തിൽ ഓർത്ത് കൃത്യമായിട്ട് പറയുന്നു. രണ്ടാമത് പറയുന്നു കോറാഹിൻ്റെ ലൈൻ പോകാൻ പാടില്ല. കോറാഹ് എന്താണ്? കോറാഹിന് അസൂയയുടെ ലൈനാണ്. കോറാഹ് മോശയ്ക്കെതിരായിട്ട് അണിനിരുന്ന കാലഘട്ടം അത്. അപ്പോൾ അവരെന്താ അവസാനം ഭൂമി വളർന്നവരെ വിഴുങ്ങിയെന്ന് പറയും. ആ ലൈനെ പോകാൻ പാടില്ല. അസൂയയോടുകൂടി സഹോദരനെ എതിർക്കാനും അല്ലെങ്കിൽ അധികാരത്തെ തകർക്കാനും ശ്രമിക്കരുത്. അധികാരത്തോട് വിപ്രതിപത്തി എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വലിയ വലിയ പ്രത്യേകതയാണ്. തൻ്റെ തന്നെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആ വ്യക്തമായിട്ട് അവതരിക്കാൻ നമുക്ക് ഒരു കുറവ് വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുള്ള അധികാരികളെ മുഴുവൻ തകർത്ത് തഴപ്പണമാക്കാനുള്ള ചിന്ത, അല്ലെങ്കിൽ അവരിലെല്ലാം കുറ്റം ആരോപിച്ചു അവരെയൊക്കെ മോശക്കാരാക്കി ഞാൻ മാത്രം നല്ലവനാണ് എന്ന് പറയുന്ന രീതിയിലാണ് കോറാഹിൻ്റെ കാലഘട്ടം. കോറാഹ് എന്താ പറഞ്ഞത്? അവിടെ കൂട്ടത്തിൽ കൂടാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. ഈ മോശയ്ക്ക് മാത്രമേ ഉള്ള ഈ അധികാരം, എന്ത് വന്നാലും ക്രെഡിറ്റ് മോശയ്ക്ക്. ആ ജോഷുവ വഴിയാണ് വിജയം ഭരിച്ചെങ്കിലും ക്രെഡിറ്റ് മോശയ്ക്കും. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം അവന് മാത്രം ക്രെഡിറ്റ് ഉണ്ടാകേണ്ട, ഞങ്ങൾക്കും ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എതിരായിട്ട് നിന്ന ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് പെറുവർക്കക്കാരെ എല്ലാവരും അതുകൊണ്ട് ഏത് വ്യവസ്ഥിതിയാണെങ്കിലും ശരി, നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരായിട്ട് ഒരുത്തർ നീങ്ങിയ കൂടെ ഒത്തിരി പേര് കാണും. കാരണം എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും അത് അസംതൃപ്തി കാണും. നേരെ മറിച്ച് നിർണായകത്വമാക്കി നേതാവിന് നീതിയോടെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാക്കുക ആ സാഹചര്യങ്ങളിൽ ആളുകളെ സംഘടിപ്പിച്ച് പോകുന്നതിനാണ് ഈ പറയുന്ന കോറാഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതീകമാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ബാലാം എന്ന് പറയുന്ന ആളുടെ ലൈൻ സ്വീകരിക്കാൻ പാടില്ല. അത് പ്രവാചകനാണ്. എന്ത് പ്രവാചകനാണ്? അവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പ്രവചിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വഴികളെ ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്നവൻ, ദൈവവചനം വിറ്റ് കാശാക്കുന്നവൻ, തൻ്റെ സ്വന്തം സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി വചനത്തെ വളച്ചൊടിക്കുന്നവൻ. ഒരുപാട് പേരെ ഇപ്പം നമ്മൾ കണ്ടല്ലോ. ഒരെണ്ണം പോലും അവസാനിക്കില്ലല്ലോ, ഒരെണ്ണം പോലും രക്ഷപ്പെട്ടില്ലല്ലോ. എവിടെയെങ്കിലും പോയി തട്ടിത്തെറിച്ച് നശിച്ചു പോവുകയുള്ളൂ. അങ്ങനെ ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഭയങ്കരമായി അത്ഭുത പ്രവർത്തനം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യ ദൈവങ്ങളായി ആൾ ദൈവങ്ങളായിട്ട് അവതരിച്ചുള്ള ഒന്നും നിലനിൽക്കുന്നത് അസ്തമിച്ചു പോകില്ല. പക്ഷെ മനുഷ്യന് മനസ്സിലാവില്ല. ആ കാലഘട്ടത്തിൽ ചെന്നുകൊണ്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് സംഭാവനകൾ നൽകി അവനങ്ങ് തടിച്ചു പോയി തീർക്കുക. നമുക്കറിയാം ചില സാഹചര്യങ്ങളിലൊക്കെ ചില ആളുകൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ആളുകൾ ഒന്നിച്ചു കൂടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കരുത്തിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി വാരി കളക്ട് ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ള ഓർക്കുന്നില്ലേ? അതേസമയം സ്വന്തക്കാരെ കൊണ്ട് അവരിങ്ങനെ വരവ് മാലകളൊക്കെ കൊണ്ട് ഊരി ഇടാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ട് അത് കണ്ടുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർ അവൻ്റെ സ്വന്തം നല്ല സ്വർണ്ണത്തെ എടുത്ത് വലിച്ചു വാരിക്കൊണ്ട് നേർച്ചയിട്ടിട്ട് അവസാനം കളക്ട് ചെയ്തിട്ട് വരവ് ആയിട്ടുള്ളതിനെ മാറ്റിയിട്ട് നല്ലതിനെ എടുത്തിട്ട് പണമാക്കി കൊണ്ടുവന്ന് കോടീശ്വരന്മാരായിട്ട് തീർന്ന വചനപ്രഘോഷം എന്ന് പറയുന്ന വ്യാജ പ്രവാചകരുണ്ട്. അവർ ബാലാമിൻ്റെ ലൈനിൽ പോകുന്നവരാണ്. അങ്ങനെ ഈ 3 ലൈനിൽ പോകാൻ പാടില്ല എന്ന് യൂദായിൽ വളരെ ഭംഗിയായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് 3 ലൈൻ. ഖായേൻ്റെ ലൈൻ പാടില്ല,
അതുപോലെ തന്നെ ഖോറാഖിൻ്റെ ലൈൻ പാടില്ല. അതുപോലെ ബാലാം എന്ന് പറയുന്ന വ്യാജ പ്രവാചകൻ്റെ ലൈനും പാടില്ല. നേരെ വാ നേരെ പോ. അപ്പോൾ ആ തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നമുക്ക് മനുഷ്യൻ ധരിക്കണം. അപ്പോൾ കായൻ തൻ്റെ ഭാര്യയോട് ചേർന്നും അവർ ഗർഭം ധരിച്ച ഹേനോക്കിനെ പ്രസവിച്ചു. കായൻ ഒരു നഗരം പണിതു. തൻ്റെ പുത്രനായ ഹേനോക്കിൻ്റെ പേരവൻ നൽകി അഹങ്കാരത്തിൻ്റെ വഴി ഇങ്ങനെ വളർന്നു വരുന്ന. പിന്നീട് ഇങ്ങനെ ഹേനോക്കിന് ഈരാദും ഈരാദിന് ബഹുയായേലും ജനിച്ചു. ബഹുയായേലിന് മെഥൂഷായേലും മെഥൂഷായേലിന് ലാമക്കും ജനിച്ചു. ഏഴാമത്തെ ആളാണ്. ലാമക്ക് വന്ന് നിൽക്കുന്നിടത്താണ് ലാമക്കിനെ കുറിച്ച് പറയാൻ പോകും. ലാമക്ക് ഒരു പ്രതികാരമൂർത്തിയാണ്. അപ്പൻ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൽ വന്നു കഴിഞ്ഞ തിന്മ അത് 10 ഇരട്ടിയായിട്ട് തലമുറയിലേക്ക് വളരും എന്ന് പഠിപ്പിക്കുന്ന പാഠമാണ്. ലാമക്കിന് 2 ഭാര്യമാർ കണ്ടില്ല. അവിടെ ആരംഭിച്ചു ബഹുഭാര്യാത്വം. അതുവരെ ഒന്നുമില്ലായിരുന്നു. അവിടെ ആരംഭിച്ചത് അത് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചും ആ സ്ത്രീമാരെ സൃഷ്ടിച്ചത് എന്താ ആ കൃത്യമായിട്ട് പറഞ്ഞിരിക്കില്ലേ, സ്ത്രീ പുരുഷന് വേണ്ടി സ്ത്രീക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു ബന്ധത്തിൻ്റെ പവിത്രതയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഏകഭാര്യാത്വമാണ്. അതിന് വിപരീതമായിട്ട് ചരിത്രത്തിലാദ്യം അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ എടുത്തു വെച്ചിരിക്കുന്നതാണ് ലാമക്ക് 2 ഭാര്യമാരെ സ്വീകരിക്കും. അപ്പം അവിടെ ആരംഭിക്കുകയാണ് പോളിഗമി. അവിടെ ആരംഭിക്കുകയാണ് വഴിതെറ്റിയ പോക്ക്. വഴിതെറ്റിയ പോക്കിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണ്. അപ്പോൾ ആദായും സില്ലായും അവരുടെ പേരങ്ങനെയാണ്. ആദായും സില്ലായും. ലാമക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു ആദാൽ. കൂടാരവാസികളുടെയും അജമാലുകളുടെയും പിതാവായിരുന്നു. അതിപ്പം കണ്ടില്ലേ. അപ്പോൾ കൂടാരവാസികളൊക്കെ എവിടെയുണ്ട്, കൂടാര പണിക്കാരെവിടെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അജമാലകളുടെ അറ്റടയന്മാരെവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് കൃത്യം ആദ്യത്തെ 2-3 പേരൊന്നുമല്ല. അത് കൂടാരവാസിയുടെ അജപാലകരുടെയും പിതാവായിരുന്നവൻ. സില്ലായ്ക്ക് ഒരു പുത്രനുണ്ടായി. തൂബൽ ഖയീൻ ചെമ്പ് പണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു. ഇപ്പം ചെമ്പ് പണിയൊക്കെ തുടങ്ങി ഏത് കാലഘട്ടം? മനുഷ്യനുണ്ടായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ചെമ്പ് പണിയൊക്കെ തീ പോലും കണ്ടുപിടിച്ച എത്ര കാലഘട്ടം കഴിഞ്ഞു ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെമ്പ് പണിക്കാരുണ്ടാകല്ലായിരുന്നല്ലോ. പക്ഷെ ഇവിടെ നിലനിന്നിരുന്ന ചെമ്പ് പണിക്കാരുടെ വർഗ്ഗം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ചെമ്പ് പണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നിട്ട് അവനെ എടുത്ത് കാണിക്കാം. തൂബൽ ഖയീന് നാമ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു. ആദ്യ പാരഗ്രാഫ് അത് നമ്മളിന്ന് കാണുന്നു. ലാമക്ക് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. ഒരു കീർത്തനമാണ്. എന്നെ മുറിപ്പെടുത്തിയ ഒരുവിനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. ആരുടെയാണെന്ന് വ്യക്തമല്ല. അതായത് ചരിത്രത്തിൽ എന്തുകൊണ്ട് സംഭവിച്ച കാര്യം എടുത്ത് സൂചിപ്പിക്കുക. ഞാൻ കൊന്നുകളഞ്ഞു. കായൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെ അത് 77 ഇരട്ടിയായിരിക്കുമ്പം തിന്മ വളർന്ന് പന്തലിച്ച് പടർന്നു നിൽക്കുന്നതാണ്. എന്തുമാത്രം ആ തിന്മയിൽ എന്തുമാത്രം തിന്മ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ എന്ത് ഭയങ്കര 2008 കാര്യം ഇപ്പോൾ ഉണ്ട്. നവംബർ 26 വന്നപ്പോൾ നമ്മൾ ഓർക്കുകയുണ്ടായി. അതായത് ഈ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭയങ്കര ലഷ്കർ ഭീകരന്മാർ വന്ന് അടിച്ച് തകർത്ത് 300 പേരെ കൊന്നുകളഞ്ഞ സംഭവം നമ്മൾ ഓർക്കുകയുണ്ടായി. അതിനകത്ത് പ്രധാനപ്പെട്ട അതിന് 15ാം വാർഷികമാകുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ആളിനെ അജ്മൽ കസബ് എന്ന് പറയുന്ന വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആ ലൈനാണ് കായൻ്റെ അല്ലെങ്കിൽ ലാമക്കിൻ്റെ ലൈനാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യരാശിയിൽ ഇങ്ങനെ തിന്മ പെരുകി കഴിയുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ സത്യം നമ്മൾ അംഗീകരിക്കണം. അപ്പം അതുകൊണ്ട് ഏതാണ്ട് അതുപോലെ തന്നെ പിന്നെ സംഭവിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ ബ്ലാക്ക് ടൊർണാഡോ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ 26-29 നവംബർ 26-29 വരെയാണ് ആ ഭയങ്കരമായ ഭീകര പ്രവർത്തനം ഇന്ത്യയിൽ അരങ്ങേറിയത്. അപ്പോൾ അത് വളരെ ഒരു രാവിലെ 8 മണിക്ക് ആരംഭിച്ചിട്ട് 166 പേർ അന്നേരെ കൊല്ലപ്പെട്ട സംഭവം. ലോകത്തിൻ്റെ ഏതെല്ലാം 300-ലധികം പേർക്ക് പരിക്ക്. ലോകത്തിൽ എവിടെല്ലാം ഭാഗങ്ങൾ ഇപ്പോൾ ഇന്ന് പറയുന്നത് എവിടെല്ലാമാ ആരെയും നമുക്ക് നീതീകരിക്കാൻ പറ്റില്ല. പലസ്തീൻകാരെ കൊന്നൊടുക്കുക നമുക്ക് നീതീകരിക്കാൻ പറ്റില്ല. എത്ര പേരെയാ കൊന്നൊടുക്കും? ഹമാസിൻ്റെ മുഴുവൻ നശിപ്പിച്ചിട്ട് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്ന പോക്കിനെ എങ്ങനെ നീതീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ കാരണക്കാരായിട്ടുള്ള ഈ ഹമാസ് എന്ന് പറയുന്ന ആൾക്കാർ 1400 പേരോളം എങ്ങനെ അവർ കൈകാര്യം ചെയ്തു? അതിനാണ് ആരംഭം. അവിടെയല്ലേ ആരംഭം? അതല്ലേ അതിൻ്റെ കാരണം. ഏത് വിധത്തിലാണ് അവരെ കൊന്നൊടുക്കിയതെന്ന് സംബന്ധിച്ച്
പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. എത്ര ദുഷ്ടമായ ഭീകരമായ രീതിയിലാണ് നടന്നത്. അതുകൊണ്ട് തന്നെയല്ല നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഈ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്ന ഇടപാടുകളൊക്കെ ഇല്ലേ, ഇപ്പോഴും നടന്നുകൊണ്ടല്ലേ ഇരിക്കും തട്ടിക്കൊണ്ടു പോകല്. അതായത് ഏതാണ്ട് ഒരു വർഷത്തിൽ മിക്കവാറും ഒരു തീരെ കുറഞ്ഞു. ഇവിടെ തന്നെ കോട്ടയം ജില്ലയിൽ തന്നെ 15 കേസുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം തന്നെ 15 കേസുകൾ. അപ്പോൾ തട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് എത്ര പേരെയാണ് തട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യമാണ്. ഭയമില്ലാണ്ടായിത്തീരുന്നു. അപ്പോൾ മനുഷ്യനിങ്ങനെ ആകെ ഒന്നിനെ പേടിക്കാത്തൊരവസ്ഥയിൽ വന്നു പോയതിൻ്റെ ഫലമായി ഇപ്പോൾ അല്പം പേടിയായി. ഇതുകൊണ്ടാണ് ആ 15 പേരെയും തൂക്കാൻ വിധിച്ചു. ഒരു മനുഷ്യനെ വധിച്ചില്ല, യാതൊരു മടിയും കൂടാതെ ബന്ധപ്പെട്ട 15 പേരെയും ഒരു കുറവും കൂടാതെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് കഴിഞ്ഞ ദിനങ്ങളിലല്ലേ. അപ്പോൾ ഈ തിന്മ അങ്ങോട്ട് പെരുകി ഇങ്ങനെ വളർന്നു വരും. മനുഷ്യന് അല്പമെങ്കിലും ഒരു ഭയമില്ല എങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും തിന്മയാണ് ഉൾപ്രേരണ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് തന്നെ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് 5 ലക്ഷം കുട്ടികളെ കാണാതെ പോയതായിട്ട് കണക്ക് പറയുന്നു. 10 വർഷമായിട്ട്. ഇപ്പം ആര് കൊണ്ടുപോകുന്നതായത്, എങ്ങോട്ട് പോകുന്നതായത്, ഇതൊക്കെ മുതലെടുപ്പല്ലേ. അപ്പോൾ അതുപോലെ അതിനകത്ത് 53% പെൺകുട്ടികളാണെന്നും പറയുന്നത് ക്രൈം റെക്കോർഡ് പറയുന്ന സംഗതികളാണ്. 53% പെൺകുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഓർക്കണം. കുട്ടികളൊക്കെ തട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഒരു പക്ഷേ തിന്മയുടെ ലൈൻ ഇങ്ങനെ പെരുകി കിടക്കുന്നു എന്ന കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ചുറ്റുമുണ്ട്. അത് പണ്ടത്തേനൊക്കെ കുറെ കൂടെ സംഘാതമാണ്, ഇപ്പം സംഘടിതമാണ്. പണ്ട് ഒറ്റ വ്യക്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം എല്ലാ തരങ്ങൾ കണ്ടില്ലേ. 6 വയസ്സുകാരിയെ കൊണ്ടുപോയി, ആരായി കൊണ്ടുപോയി, എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ എന്തിനായിട്ടാവോ കൊണ്ടുവന്ന് ആർക്കറിയാം. എന്തായാലും അവർക്കൊക്കെ ഇപ്പോൾ ജയിലിലാണ്. ഇതെല്ലാം കണ്ടിട്ടും മനുഷ്യൻ മടി എന്തിൻ്റെ ഇതൊക്കെ ചെയ്യാൻ പഠിക്കാത്തതും. അവസാനം ആ കുട്ടിയെ ഒളിച്ചു കൊണ്ടുവന്ന് വിട്ടേച്ച് പോയി അവർ വിചാരിച്ച് ആരും പിടിക്കില്ല. ഇതാരെ വളരെ മാന്യന്മാരായിട്ട് ആൾക്കാർ തന്നെ. അതുകൊണ്ട് ഈ പറയുന്ന ഖായൻ്റെ ലൈൻ ഇവിടെ നിന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ ഇതുപോലുള്ള സംഭവങ്ങളെ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ആരംഭത്തിൽ ഇവരിൽ നിന്ന് വന്ന വീഴ്ചകളാണ് അവതരിപ്പിക്കുന്നത്. വീണ്ടും പറയുക. അപ്പം അതുകൊണ്ട് പ്രതികാരം എനിക്ക് 77 ഇരട്ടിയായിരിക്കണം. അതുകൊണ്ട് ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്ന് അവൾ ഒരു പുത്രനെ പ്രസവിച്ച് സേത്ത് എന്ന് അവന് പേരിട്ടു. മറ്റൊരു ലൈൻ വരിക. അതായത് നന്മ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. കായൻ്റെ ലൈനിലൂടെ തിന്മ പെരുകി 77 ഇരട്ടി എന്ന് പറയുന്ന രീതി പ്രതികാര വാഞ്ച വളർന്നു വന്നിടത്ത് മറുഭാഗത്ത് മറ്റൊരു ലൈൻ സേത്തിൻ്റെ ലൈൻ കടന്നു വരിക. കാരണം കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണെന്നവൻ അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ സേത്ത് പകരം നൽകപ്പെട്ടവനാണ്. അതായത് പകരം തന്നു, ആബേലിന് പകരം. സേത്തിനൊരു പുത്രൻ ജനിച്ചു. അവൻ്റെ സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി. നോക്കിക്കേ, മറ്റൊരു ലൈൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവിക ചിന്തയിൽ ആത്മാവിൽ ജീവിക്കുന്ന നല്ല മനുഷ്യൻ്റെ ഒരു ലൈൻ അവിടെ തുടങ്ങി. അപ്പം അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് രണ്ടും ഉണ്ടെന്നുള്ള കാര്യം പഠിപ്പിക്കുന്നത് ഇവിടെ. ഈ ഭാഗം ധ്യാനിക്കുമ്പോഴൊക്കെ വെറും കഥ വായിച്ചു പോകുന്ന പോലെ പോകരുത്. ഇന്നത്തെ തന്നെ ജീവിതത്തിൻ്റെ സംഭവങ്ങൾ അവിടെ പ്രതിഫലിക്കുന്നു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ലൈനിൽ നിൽക്കാൻ നമുക്ക് സാധ്യതയുണ്ടാണ്, കായേൻ്റെ ലൈനിലല്ല. ഞാൻ പറഞ്ഞ കായേൻ്റെയും കോറാഹിൻ്റെയും അതുപോലെ തന്നെ ബാലാമിൻ്റെയും ലൈനിൽ പിന്തുടരാൻ പാടില്ല എന്ന് പുതിയമത്തിൽ നമ്മുടെ അപ്പസ്തോലന്മാർ പറയുമ്പോൾ അതിൻ്റെ പിമ്പിലെ കാര്യമൊക്കെ മനസ്സിലാക്കണം. നഗരവൽക്കരണം എപ്പോഴും വ്യക്തികളുടെ മനോഭാവത്ത് മാറ്റം വരും. നഗരം പണമെന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നു? അന്ന് നിലനിന്നിരുന്ന നഗരങ്ങളിലാണ് ഈ അക്രമങ്ങളെല്ലാം കൂടി നിന്നത്. ഇന്നും അങ്ങനെ തന്നെയല്ലേ. നഗരങ്ങളുടെ പ്രത്യേകത എന്താണ്? അനോണിമിറ്റി. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ ആരെന്നറിയാൻ പാടില്ല. അതിൽ ചെറിയൊരു ഗ്രാമമാണെങ്കിലോ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. എല്ലാവർക്കും എല്ലാവരെയും അറിയുമ്പോൾ അവിടെ ധാർമ്മികത നിലനിൽക്കും. ഇന്നടത്ത് ഇന്നയാണ്, അതുകൊണ്ട് എന്നെ എല്ലാവരും അറിയും, അതുകൊണ്ട് ഞാൻ മോശമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്ത വരും. ആരും അറിയാത്ത പട്ടണങ്ങളിൽ പോയി താമസിക്കുമ്പോഴാണ് അപകടം എന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർ പ്രത്യേകിച്ച് ആരെയും ശ്രദ്ധിക്കുന്നില്ല, അനോണിമിറ്റി ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ തിന്മ കൂടും. അപ്പം അക്രമികളുടെ താവളമായിട്ട് നഗരങ്ങൾ വളരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നാഗരികതയും വ്യവസ്ഥാപിത അക്രമത്തിന് രൂപം കൊടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാഗരികത നല്ലതാണ്, വളരാനായി, സാമ്പത്തികമായിട്ട് വളരാനായി, വ്യവസ്ഥാപിതമായി വ്യവസായ സംരംഭങ്ങൾ ഇതൊക്കെ നല്ലത് തന്നെ. അതിനോട് ചേർന്ന് പോകുന്ന ആ തിന്മ കൂടിയെന്ന് മനസ്സിലിരുത്തിയാൽ നന്നായിരിക്കും. അതുകൊണ്ട് ഇവിടെ തന്നെ കായൻ നഗരം പണിന്നിട്ട് മകൻ്റെ പേര് കൊടുക്കും. ദൈവത്തെക്കുറിച്ച് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല.
അപ്പോൾ തനിക്ക് താൻ പോരുമ എന്ന് പറയുന്ന രീതിയിൽ ദൈവമില്ലാത്ത വ്യക്തികളുടെ പ്രതിനിധിയായിട്ട് കായൻ്റെ ലൈൻ അങ്ങനെ നിൽക്കുക എല്ലാ കാലത്തും അതുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നഗരവും നാഗരികതയും അക്രമാസക്തമാണെന്ന ചിന്ത അവിടെ അന്ന് തന്നെ പഠിപ്പിക്കുക. അപ്പോൾ ദൈവത്തെ നിഷേധിക്കുകയും സഹോദരങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സകല നാഗരികതകൾക്കും എതിരെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ സംസാരിക്കുന്നത്. ചൂഷണമല്ലേ നടക്കുന്നത്, ഇല്ലേ? നഗരത്തിൽ ധാരാളം വ്യവസായ സംരംഭങ്ങൾ നടക്കുന്നു. പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന കാര്യം നാം മനസ്സിൽ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യവസായത്തിന് തുടക്കമൊക്കെ അവിടെ തന്നെയാണ്. വ്യവസായം തുടങ്ങുന്ന കായനാണ്. അപ്പോൾ അതുകൊണ്ട് ആ വ്യവസായ സംരംഭം ആരംഭിക്കുന്നവരെല്ലാം തിന്മയുടെ ആൾക്കാരാണെന്ന് അർത്ഥം വരുന്നില്ല. അതിൻ്റെ കൂടെ പോകുന്നതായ തിന്മയെ ചെറുക്കാൻ കഴിയണം. അപ്പോൾ നഗരങ്ങളിലാണ് വ്യവസായം തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ 4 തലമുറയൊക്കെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായ തൊഴിലടിസ്ഥാനത്തിൽ തൊഴിൽ സ്വീകരിക്കുന്ന ആളുകളൊക്കെ എടുത്തു പറയുന്ന ആ തൊഴിലിൻ്റെ ആരംഭമൊക്കെ ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വരാൻ സൂചിപ്പിക്കാം. ഇടയന്മാർ, കലാകാരന്മാർ, ലോഹപ്പണിക്കാരൊക്കെ ഉണ്ടാകണമെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യൻ്റെ ആരംഭത്തിന് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോഹപ്പണിക്കാരുണ്ടായിരിക്കുന്നു. അപ്പോൾ അവിടെ 3 തരം തൊഴിലിനെ അവിടെ എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇടയന്മാർ, കലാകാരന്മാർ, ലോഹപ്പണിക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവിടെ ആരംഭിക്കുന്നു. അപ്പം അതിൻ്റെ ചേർന്ന് പോകുന്നതാണ് ലാമക്കിൻ്റെ കീർത്തനം 4-ാം അധ്യായം 21-24 വരെ വാക്യങ്ങൾ. എന്താണ് നമ്മൾ കേട്ടത്? ഭാര്യമാർ എടുത്ത് വിളിച്ച് പേര് പറഞ്ഞുകൊണ്ടാണ്. അതായത് അതിൻ്റെ പ്രതികാരം 77 ഇരട്ടിയായിരിക്കും. ഇപ്പം ബഹുഭാര്യാത്വത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് കൂടി ഒന്ന് ഓർക്കണം. അക്രമത്തിൻ്റെ മഹത്വീകരണം അവിടെ സംഭവിക്കുക. നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ശരി, തിന്മ ചെയ്തിട്ട് കടന്നു വരുന്ന പയ്യൻ അല്ലെങ്കിൽ മകന് അവനെ മഹത്വീകരിക്കുന്ന രീതിയിൽ മാതാവ് സംസാരിച്ച അവൻ വീണ്ടും തിന്മയും. നേരെ മറിച്ച് പള്ളിക്കൂടത്തിൽ പോയി വരുന്ന വഴിക്ക് ആർക്കെങ്കിലും കൊണ്ട് അട്ടി കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ വെച്ച് അമ്മ പിടിച്ചു നിർത്തിയിട്ട് മോനെ ഇത് പറ്റില്ല, നമുക്ക് അത് ചേർന്നതല്ല, സഹോദരങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, മേലിൽ ആവർത്തിക്കുകയെന്ന് പറഞ്ഞാൽ ആ തിന്മ അവിടെ തീർന്നു. മറിച്ച് അവൻ മിടുക്കനാണ്, അവൻ ഇങ്ങനെ കണ്ടില്ലേ, അവൻ കയർത്തുകൊണ്ട് 2 പെടലിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അമ്മ പൊക്കി പറഞ്ഞാൽ ആകെപ്പാടെ അപകട നിലയിലാണ്. ഇപ്പം പിള്ളേരെ വഷളാക്കുന്നത്, നന്മയിലേക്ക് തിരിക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ അവിടെ എന്നാ സംഭവിച്ചത്? ലാമക്ക് ആ ഭാര്യയെ അതുകൊണ്ട് സ്വീകരിച്ചു, 2 ഭാര്യമാർ. അപ്പം അവിടെ അവൻ്റെ പരാജയത്തിൻ്റെ ആരംഭം തുടങ്ങുക. അപ്പോൾ കായനെ കൊല്ലുന്നതിന് 7 ഇരട്ടി എന്ന് പറഞ്ഞിട്ട് കായനെ കൊല്ലുന്ന, അപ്പോൾ അതേസമയത്ത് നേരെ തിരിച്ച് ലാമക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 77 ഇരട്ടി പ്രതികാരം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് വ്യവസായവൽക്കരണമൊക്കെ എങ്കിൽ പോലും നമ്മൾ ഓർക്കണം, ദൈവത്തെയും സഹോദരങ്ങളെയും കൂടാതെ ജീവിക്കാനാകുമെന്ന ചിന്ത അത് തിന്മയുടെ വഴിയാണ്. സഹോദരങ്ങളെ കൂടാതെ ചിന്തിക്കാനാണ്. സ്വയം പര്യാപ്തത എന്ന് പറയുമ്പം ആത്യന്തികമായ ഏകാന്തതയിലും നിരാശയിലേക്ക് അത് കൊണ്ട് തള്ളി വിടുകയുള്ളൂ, നാശത്തിലായിരിക്കും പോകുന്നത്. അതല്ലേ പുതിയ നിയമത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതുപോലെ സംഭവം ഈശോനെ എടുത്ത് കാണിക്കുന്നില്ലേ? ഭോഷനായ ധനിയൻ, ലൂക്കായുടെ സുവിശേഷം 12:16-21, വിഡ്ഢിയായ മനുഷ്യ, നീ ഇന്ന് നിന്റെ രാത്രി നിന്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചാൽ നീ ഉണ്ടാക്കിയ സമ്പത്ത് ആർക്ക് വേണ്ടി എന്ന ചോദ്യം നിലനിൽക്കുന്നു എന്ന കാര്യം ഓർക്കണം. വിഡ്ഢിയായ മനുഷ്യ എന്ന് വിളിച്ചിരിക്കണം. വിഡ്ഢിയായ മനുഷ്യ, എൻ്റെ ആത്മാവ് സന്തോഷിക്കുക, നിനക്ക് ധാരാളം ധാന്യമുണ്ട്, അറപ്പുകൾ ശേഖരിച്ചിരിക്കാൻ കാലാകാലത്തോളം സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് വിഡ്ഢിയായ മനുഷ്യ. അതേസമയത്ത് ദൈവം തന്നതാണ് ഇത്രയും സമ്പത്തെന്ന് വിചാരിച്ചുകൊണ്ട് അതിലൊരു ദശാംശം എനിക്ക് പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാണെന്ന് ചിന്തയുണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ലാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ധനവാന്റെയും ഉപമ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19-31 വാക്യങ്ങൾ എടുത്തു പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചൂഷണങ്ങൾ, പ്രത്യേകിച്ച് വ്യക്തിയിലും വ്യവസായ കമ്പനിയിലും ബഹിരാഷ്ട്ര കുത്തുകളിലൊക്കെ നടത്തുന്ന ചൂഷണങ്ങൾക്ക് എതിരെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ദൈവശാസ്ത്രം കടന്നു വരുന്നതെന്ന് നാം മനസ്സിലാക്കാം. സേത്തിൻ്റെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ ആദാമിൻ്റെ 3ാമത്തെ മകനാണ്. അവന് പകരം നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പകരം നൽകപ്പെട്ടവൻ, സേത്ത് എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആബേലിന് പകരം നൽകപ്പെട്ടവൻ, അവൻ ദൈവനിഷേധികളും അക്രമധാരികളും ഒരു വശത്തോട് വളർന്നു വരുമ്പോൾ ഏനോസിൻ്റെ കാലത്ത് ദൈവവിശ്വാസികൾ വളർന്നു വരുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗത്തെ. ഏനോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ അർത്ഥം തന്നെ മനുഷ്യൻ എന്ന. ഏനോസ്, ആദാം എന്ന് പറയുന്നത് തന്നെയാണ് ഏനോസ്. അപ്പോൾ കായൻ്റെ നിരീശ്വര നാഗരികതയ്ക്ക് സമാന്തരമായി ദൈവവിശ്വാസികളുടെ ഒരു വലിയ സംസ്കാരം വളർന്നു വരുന്നു എന്നവിടെ കാണിക്കും. ഇതാണ് വേദപുസ്തകം ലൈൻ തന്നെ. തുടർച്ചയായിട്ട് ഞാൻ പോരുമ്പോൾ
ദൈവവിശ്വാസികളുടെ ഭക്തന്മാരായ ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ പ്രബോധകരുടെ ലൈൻ ഇങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ മറുഭാഗത്ത് രാജാക്കന്മാരുടെയും ചേർന്ന് പോകുന്ന ആൾക്കാരുടെയൊക്കെ ദുഷ്ടതയുടെ പ്രവർത്തികളും കടന്നു വരുന്നുണ്ട്. വേദപുസ്തകം ഒരു അശ്ലീല ഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞ് പറിക്കുന്നവർ മനസ്സിലാക്കണം. മനുഷ്യനെ ഈ അശ്ലീലതയിൽ നിന്നാണ് ദൈവ വെളിപാടിലൂടെ നന്മയിലേക്ക് കടന്നു വന്നത്. മനുഷ്യൻ്റെ പ്രകൃതത്തിലേക്ക് അത് ഇറങ്ങി വന്നിരിക്കും. ഇപ്പം മനുഷ്യനിൽ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന പ്രത്യേകത അവിടെ എടുത്ത് ആവിഷ്കരിക്കും. വേറെ വസ്തു ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. അവൻ്റെ പ്രകൃതത്തിൽ അവൻ ചെയ്യാവുന്ന എല്ലാ തിന്മകളും അതേപടി തന്നെ ആവിഷ്കരിച്ചിരിക്കും. അതുകൊണ്ട് ആരെയും മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇതൊക്കെ വായിച്ചിട്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് മനുഷ്യപ്രകൃതിയാണ്. പ്രകൃതി എന്തൊക്കെ സംഭവിക്കാമെന്നോ എന്തെല്ലാം കാര്യങ്ങൾ സ്വർഗ്ഗരതിയോ അതുപോലെ കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നതാണ്. അത് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാകും. അതുകൊണ്ട് ഇന്ന് നടക്കാത്ത പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അതിന് വിശുദ്ധി എവിടെയാണ് നിൽക്കുന്നത്? ഈ മനുഷ്യനിലല്ല, ഇതിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിലാണ്. പരിശുദ്ധൻ 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 എന്ന് കീർത്തിക്കപ്പെടുന്ന ദൈവത്തിലാണ്. അതായത് മാലാഖ ഒരു കൊടിൽ കൊണ്ടുവന്ന് തീക്കട്ടയെടുത്ത് തൻ്റെ നാവിൽ സ്പർശിച്ചു വന്ന് വിശുദ്ധീകരിച്ചപ്പോഴാണ് വിശുദ്ധനായ ഏശയ്യാ പ്രവാചകന് പോലും ധൈര്യമുണ്ടായത്. അപ്പോൾ അതാണ്. അത്രയും ശേഷം നമ്മൾ വീണ്ടും പെട്ടെന്ന് 5-ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. വീണ്ടും 4-ാം അധ്യായം എടുത്ത് വായിച്ച് ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാൻ തുടങ്ങിയാണ് നമുക്ക് ഒരുപാട് വെളിച്ചം കിട്ടും. വേദപുസ്തകത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടും. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ഈ ആ ഭാഗത്തെയൊക്കെ നമുക്ക് ധ്യാനാത്മകമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മൾ ഇന്ന് അധികം ദീർഘമായിട്ട് എടുക്കുന്നില്ല. 5-ാം അധ്യായം തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. 5:1-32 വരെ ആദ്യം മുതൽ നോഹ വരെയുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കാം. അത് നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ആ കാര്യം കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ ദൈവകൃപയിൽ വിശുദ്ധ ഗ്രന്ഥം വളരെ ശാന്തമായി പലപ്പോഴും തനിച്ചിരുന്ന് അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ദൈവാത്മാവുള്ളിലേക്ക് കടന്നു വരും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് നമ്മളൊന്നുമല്ല, കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ കടന്നു വരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ തകർച്ചയും ഉയർന്നെഴുന്നേൽക്കും. ദൈവത്തിൻ്റെ കരം സ്പർശിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രത്യാശയും പ്രതീക്ഷയും വരും. നിന്റെ ജീവിതത്തിൽ വലിയ ഭയങ്കര പരാജയത്തിൽ നിൽക്കുന്നതെങ്കിൽ നീ നിരാശപ്പെടരുത്. അത്ഭുതങ്ങൾ ചെയ്യാൻ, അസാധ്യമായവ സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ വിശ്വാസത്തിനെ രക്ഷിച്ചിരിക്കുന്നു പറയുന്നവൻ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നേ. അന്നും ഇന്നും എന്നും ഈശോ മിശിഹ ഒരേ ഒരാൾ തന്നെയാണ്. ആ ആളിപ്പോൾ ഇവിടെ ഉണ്ടെന്നേ. ഇപ്പം അതുകൊണ്ട് നിൻ്റെ വിഷമതകളിലും നിൻ്റെ ദുഃഖങ്ങളിലും കണ്ണുനീരിലും ഒക്കെ നീ നിരാശപ്പെട്ട് വേറിട്ട ബന്ധം അറ്റുപോകരുത്, തട്ടിക്കളയരുത്. കർത്താവിനുമായുള്ള ആ ബന്ധം അത് അടിസ്ഥാന ബന്ധം നിലനിർത്തിക്കൊണ്ട് നീ നിലവിളിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും പ്രകാശം കിട്ടണമെന്നില്ല. ഇരുട്ടുണ്ടാകും മനസ്സിൽ, വലിയ ഭയങ്കരമായ ഇരുട്ട്, തപ്പിത്തടയുന്ന അവസ്ഥ, ഒരു രക്ഷയുമില്ല. എല്ലാ കഥവും അടച്ചിട്ടിരിക്കും. എനിക്ക് പുറത്ത് കിടക്കാൻ നിവൃത്തിയില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഞാനിങ്ങനെ ഒരു ഗർഭിണി അവസ്ഥയിൽ ചെന്ന് പെട്ടിരിക്കുന്നു, കടബാധ്യത കയറി മൂടിയിരിക്കും, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും, കൊടുക്കാനുള്ള കാശ് കൊടുക്കാനില്ല, പാവപ്പാട മാനസിക വിഭ്രാന്തിയിലായിരിക്കും. അതിനിടെ മക്കളവിടെ വഴിതെറ്റിപ്പോയ ജീവിതം, അവരെക്കുറിച്ച് കേൾക്കുന്നതൊന്നും നല്ലതല്ല. ആകെ മാനമായ അക്രമത്തിൻ്റെ വഴിയിലെയും തിന്മയുടെ വഴിയിലെയും പിന്നെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇവിടെ ഇതുപോലെ പണ്ടൊരു പിതാവ് ഇങ്ങനെ 12 മക്കളുള്ള പിതാവായി യാക്കോബ് അനുഭവിച്ചിടത്തോളം വേദന വേറെ അനുഭവിച്ചിട്ടില്ല. ആ മനുഷ്യൻ്റെ മക്കൾ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം ഇവിടെ നിന്നെ സ്പർശിക്കുന്ന, നിന്നെ രക്ഷപ്പെടുത്തുന്ന, നിനക്ക് ജീവൻ നൽകുന്ന, നിനക്ക് വഴി കാണിക്കുന്ന, നിന്റെ എല്ലാ വഴികളും അടഞ്ഞുവെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ വഴി തുറന്നു കാണിക്കാൻ കഴിവുള്ളവൻ നിന്റെ അടുത്തുണ്ട്, അദൃശ്യനായി. അത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്രാപിച്ചു. അതാണ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ചിന്ത. അതുകൊണ്ട് ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വളരാനാണ് ദൈവവചനം പ്രയോജനപ്പെടുത്തേണ്ടത്. ദൈവവചനത്തെ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ട പ്രചോദനം നൽകും. ഓരോ വ്യക്തിക്കും വേണ്ടത് എന്താണെന്ന് കർത്താവിനെ അറിയൂ, നമുക്കറിയാൻ പാടില്ല. ചെയ്യേണ്ടത് എന്താണ്? ആ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കത്തുള്ള മനസ്സുണ്ടാവണം, അങ്ങോട്ടൊന്ന് തിരിയണം. അതെന്താ രക്ഷ അവിടെ ഉണ്ട് എന്നുള്ള ആ ഉള്ളിൻ്റെ ബോധ്യമുണ്ടാകണം. വിശ്വാസത്തോടെ കർത്താവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കർത്താവ് ഒന്നാന്തരമായിട്ട് വഴിതെളിച്ച് കാണിച്ചു തരും. നിന്റെ ജീവിതത്തിൻ്റെ മറ്റ് പരാജയങ്ങൾ, മക്കളുടെ കാര്യത്തിൽ നിനക്ക് മനസ്സമാധാനം കിട്ടുന്ന വഴി കർത്താവിനെ കാണിച്ചു തരും. തിന്മയായിട്ട് അംഗീകരിക്കാൻ, മക്കളിൽ തന്നെയാണെങ്കിൽ തിന്മയുണ്ടെങ്കിൽ തിന്മ അംഗീകരിക്കേണ്ടതല്ലേ. അതിനെ നിനക്ക് അതിജീവിക്കാനുള്ള മനോധൈര്യം കർത്താവ് കൊണ്ടുതരും.
അല്ലെങ്കിൽ നിന്റെ അയൽക്കാർ നിങ്ങൾ അതിഭയങ്കരമായ അനീതി പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ നീ സഹിക്കാൻ നിവൃത്തിയില്ല, എനിക്കൊന്നും കഴിയുമില്ല, കേസ് കൊടുക്കാൻ നിവൃത്തിയില്ല, കൊടുത്താലും പ്രയോജനമില്ല, ഇങ്ങനെ അവസരത്തിൽ നീ കിടന്ന് കഴിക്കണം എന്നാണ് ഈശോ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടെന്നേ. അവിടോട്ടാണ് നീ കേസ് കൊടുക്കേണ്ടത്, അവിടെയാണ് നിന്റെ വിഷമം പറയേണ്ടത്. അവിടെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ കർത്താവ് നേരിട്ട് ഇടപെട്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരുമെന്നുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിന്റെ ശക്തിയായി ധൈര്യമായിട്ട് പ്രതീക്ഷയായിട്ട് ഭവിക്കേണ്ടതാണ്. അതാണ് നമ്മൾ ഈ വചന വായനയിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.